മുത്തശ്ശ ഒരു ചൂടുള്ള വാർത്തയെ ചോർത്തിയെടുത്തിട്ടുണ്ട്. എന്നോട് പറഞ്ഞു മോളെ ഫീൽ ചെയ്ത് പാട്, മോളെ ഫീൽ ചെയ്ത് പാടെന്ന് പറഞ്ഞു. മാസ്റ്റർബേഷൻ ചെയ്യുകയായിരുന്നു. ഞാൻ നോക്കിയില്ല. അങ്കിൾ, ഇവിടെ പെൺകുട്ടികൾക്ക് നമ്മളൊരു പ്രൊട്ടക്ഷൻ കൊടുത്തേ പറ്റൂ. എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഞാൻ പാട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പാട്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമസ്കാരം, ഒരു പരമ ചെറ്റയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അന്ന് ആ സാറിന്റെ വീട്ടില് ഞാനും ആ സാറും മാത്രമേ ഉള്ളൂ. അപ്പൊ പാട്ട് പാടിക്കൊണ്ടിരുന്ന സമയത്ത് എന്നോട് പറഞ്ഞു മോളെ ഫീൽ ചെയ്ത് പാട്, മോളെ ഫീൽ ചെയ്ത് പാടെന്ന് പറഞ്ഞു. അവൾക്ക് ഞാൻ നല്ലൊരു ഫ്യൂച്ചർ കാണുന്നുണ്ട്. അപ്പം ആള് മുണ്ടാണ് കൊടുത്തിരിക്കുന്നത്. ഹാർമോണിയം സൈഡിലുണ്ട്. ഹാർമോണിയം വെച്ച് വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആളുടെ കൈ മുണ്ടിന്റെ ഇടയിലേക്ക് പോകുന്നത് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യുന്നേന്നുള്ളത് എനിക്ക് താഴ്ത്തോട്ട് നോക്കാൻ പേടിയാണ്. പെട്ടെന്ന് ആള് മാസ്റ്റർബേഷൻ ചെയ്യുകയായിരുന്നു. നമ്മുടെ ജോലി ഇതല്ലടാ, ഇതല്ലാതെ നമുക്ക് എന്തറിയാം. അപ്പൊ പിന്നെ കുറച്ച് കമ്മിറ്റഡ് ആയി ഇൻവോൾവ്ഡ് ആയിട്ട് ജോലി ചെയ്യാം. സാറിന് അറിയാവുന്ന ഐറ്റം ഏതാന്ന് മനസ്സിലായി. ഞാൻ നോക്കിയില്ല. നോക്കിയിട്ട് ഞാൻ അന്ന് എനിക്ക് അവിടെ നിൽക്കുന്ന ആളോട് പറഞ്ഞാൽ മതി. സംഭവം നമ്മൾ ഫ്രീസ് ആയി പോവും. എന്താ ചെയ്യേണ്ടത്, എന്താ ഇനി നിങ്ങളുടെ തോന്നിയാൽ അനുവദിക്കാനാവില്ല. വഴിയിൽ പള്ളി ഉണ്ടെങ്കിൽ നിർത്തി പറഞ്ഞേക്കാം. ഒരു അടി കൊടുക്കണോ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. ബുക്ക് ഞാൻ അങ്ങനെ വെച്ചിട്ട് ഞാൻ വേഗം ഇറങ്ങി പോരുക ചെയ്തത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ? നമുക്ക് പലതും ചെയ്യാൻ പറ്റും. സാകളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.